നല്ല ഭരണഘടനയെ മോശം ഭരണാധികാരി നയിക്കുന്നതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളിയെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ കുടുംബയോഗങ്ങളുടെ നിയോജകമണ്ഡല ഉദ്ഘാടനം എരമംഗലം കളത്തിൽപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ നിർമ്മിച്ച ശക്തമായ ഭരണഘടനയുള്ള രാജ്യത്തിന്റെ ഭരണം നരേന്ദ്രമോദി എന്ന മോശം ഭരണാധികാരി നയിക്കുന്നതാണ് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. ഒരു ഭരണഘടനയുടെ ഗുണദോഷങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നവരെ ആശ്രയിച്ചിട്ടാണ് നല്ലവരാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മോശം ഭരണഘടനയാണെങ്കിലും കാര്യങ്ങൾ ഭംഗിയായിരുന്നു. മറിച്ച് മോശം ആളുകളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നല്ല ഭരണഘടനയാണെങ്കിലും വളരെ മോശമായ അവസ്ഥയായിരുന്നു. ഇന്ത്യ രാജ്യം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അംബേദ്കറുടെ ആ പ്രവചനം എത്രയോ ശരിയായി വന്നിരിക്കുന്നു എന്നുള്ളത് BJPയുടെ നരേന്ദ്രമോദിയുടെ ഈ 10 കൊല്ലക്കാലത്തെ ഭരണം തെളിയിച്ചു. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് 364 സീറ്റ് കിട്ടിയാണ് കോൺഗ്രസ് ആദ്യത്തെ ജയിച്ചു വന്നത്. അന്നത്തെ പ്രതിപക്ഷം 16 പേരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് 16 പേര്. പക്ഷെ ജനാധിപത്യത്തിൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും നിർണായക പങ്കുണ്ട് എന്ന് വിശ്വസിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു UDF സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനിയുടെ വിജയത്തിനായി നടത്തുന്ന കുടുംബയോഗങ്ങളുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം എരമംഗലം കളത്തിൽപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PGTV ന്യൂസ്, പൊന്നാനി. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.